എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Ten of Pentacles, Seven of Wands, have a moment, Ace of Swords, Three of Pentacles, Two of Wands. Ten of Pentacles and Three of Pentacles എനർജി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ ഒരു സമയം വളരെയധികം മെച്ചപ്പെട്ട് വരുന്ന സമയമാണ്. ഈ ഒരു മാസത്തിൽ വളരെയധികം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കൂടുതലായിട്ട് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കരിയറിൽ ടീം വർക്കാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മെച്ചം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കായിട്ടിരുന്ന ഒരു കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ടീം വർക്കിലാണ് കൂടുതൽ സാധ്യതകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർ, പാർട്ട്ണർഷിപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ലാഭവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നവർക്ക് സാധ്യതകളില്ല എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പവും വളരെ പെട്ടെന്നും സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റുന്നൊരു സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പല ആളുകൾ പലതരത്തിലുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവ് എനർജിയും അതേപോലെ തന്നെ ഒരാൾക്കറിയാത്ത മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കമ്പൈൻഡ് സ്റ്റഡി അതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗപ്രദമാകുന്നത്. റിസർച്ച് ഫീൽഡിലൊക്കെ റിസർച്ചിലൊക്കെ നിൽക്കുന്നവർ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് മറ്റ് ഫീൽഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ചേർന്നിട്ടുള്ളതോ പലതരത്തിലുള്ള കൊളാബറേഷൻസൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം സാധ്യതകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയം എന്ന് മാത്രമല്ല, ഈ ഒരു മാസം വീട് വയ്ക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ വീടൊക്കെ വയ്ക്കണ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ പറ്റുന്നില്ല, മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിലേക്ക് എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ഒരു മാസം സ്ഥലമുള്ളവരാണെങ്കിൽ കല്ലിടിയിൽ നടത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, വീട് വയ്ക്കുന്നതിന് മുമ്പ് അത് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി ആ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പലർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ദൈവികമായിട്ടുള്ളത്, ഇപ്പോൾ കല്ലിടയിൽ പൂജ പോലുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം, അല്ലെങ്കിൽ പ്ലാൻ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് പ്ലാൻ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കുന്ന കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം. അല്ല അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ചെയ്യാം. പിന്നീട് മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലും മതിയാവും. വളരെ ഒരു ഐശ്വര്യമുള്ളൊരു സമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ പറ്റുന്ന സമയമാണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, സാമ്പത്തികം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ബുക്ക് ആ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു പേര് എഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും തുടങ്ങി വയ്ക്കുക. ഇപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടറിലൊരു ഫോൾഡർ ഇന്ന പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി എന്നുള്ളത്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും ചെറുതായിട്ടുള്ളത് തുടങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. 7 of Wands എനർജി ആൻഡ് Ace of Swords എനർജി കണക്ഷൻസ് ആണ്. പുതിയ പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു ഇരുത്തം വന്ന സമയമാണ്. അപ്പോൾ പൊതുവിൽ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് നടക്കണം എന്നുള്ള ഒരു ചിന്ത, അതായത് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചത് അപ്പം തന്നെ നടന്നു കിട്ടണം എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആകുന്നുണ്ട്. നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ശീലമൊന്നും നിങ്ങളിലില്ല. മറിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അക്കംപ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്.
പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ ഒരു ദൈവിക ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അപകർഷതാ ബോധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ വളരെ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. നെഗറ്റീവ് എനർജി, നെഗറ്റീവ് വൈബ്സ് ഒക്കെ നിങ്ങളിന്ന് മാറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, അതായത് പറയാനുള്ളത് പറയുന്നു, പക്ഷെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പല ഐഡിയാസ്, പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി മികവ് തെളിയിക്കാൻ പറ്റുന്ന സമയമാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു, അതേസമയം മറ്റാരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് പല പല പുതിയ ഐഡിയാസും നിങ്ങൾ കൊടുക്കുന്ന ഐഡിയാസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് അവരത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 ഓഫ് ഫോൺസ് 2 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. കുറച്ച് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും ലൈഫിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ഒത്തിരി ശ്രമിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, കാര്യം കയ്യിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിസ വരുന്നത് കാര്യങ്ങളായിട്ട് റെഡിയാവും, വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന സമയം, ആ സമയം വെറുതെ കളയാതെ ആ ഒരു സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുക ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയിലോട്ട് എന്താണ്, എങ്ങനെയാണ്. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ സമയമാണ്. ഭാവി എന്ന് പറയുമ്പോൾ നാളത്തെ കാര്യമല്ല, മുന്നോട്ടേക്ക് വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ചിന്തിക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെ പറ്റിയ സമയമാണ്. പ്രോഗ്രസ് ചെറിയ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന സമയം കൂടിയിട്ടാണ്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നുണ്ട്. ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, നിങ്ങൾ ഉള്ള സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നോ അതോ മറ്റൊരിടത്തേക്ക് മാറണോ എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് മറ്റ് രാജ്യത്തൊക്കെ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവർ ഓൾറെഡി സെറ്റിലായി ഇന്ന സ്ഥലത്താണെന്ന് തീരുമാനത്തിൽ നിൽക്കുന്നവർ, സെറ്റിലായിട്ടുള്ളവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും മാറുന്നതോ മറ്റു ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ മറ്റൊരു രാജ്യത്തേക്കോ സ്ഥലത്തേക്കോ മാറാനുള്ളൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്നുള്ളതാണ്. അപ്പോൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറാനുള്ളൊരു കാര്യം, അത് അപ്പോൾ ഒരു കംഫർട്ട് സോൺ എന്നുള്ളൊരു മാറ്റം എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇപ്പോൾ റീബിൽഡിങ് കൂടിയാണ്. ചില ആളുകളൊക്കെ നിങ്ങൾ ഓൾറെഡി വീടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മികച്ച ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ള സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നു. അത് നിങ്ങൾക്ക് പുതിയ വീടോ സ്ഥലമോ ഒക്കെ വാങ്ങിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു. ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ഈ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ ഇനി നിങ്ങൾ നേരത്തെ തീരുമാനിച്ചുള്ളത്, ഇനി ഇവിടെയാണ് സെറ്റിലായിരിക്കുന്നതെന്ന് വിചാരിച്ചിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറേണ്ടുന്ന സാഹചര്യം ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളായിട്ടും കുറച്ച് നാളായിട്ട് ചിന്തിക്കുന്ന കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കുകയാണ്. ഇവിടുന്ന് വീണ്ടും റീബിൽഡ് ചെയ്യാണ് പല കാര്യങ്ങളും. അതൊരു പുതിയൊരു തുടക്കം, പുതിയൊരു ജീവിതമാണ്. അപ്പോൾ ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം ചില ആളുകളിൽ ഉണ്ടായേക്കാം. അപ്പോൾ വീടും സ്ഥലമൊക്കെ നിങ്ങളിപ്പോൾ വിറ്റിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് മാറി അവിടെ വീട് വാങ്ങിച്ച് താമസിക്കുന്നതും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ചുറ്റുപാടും, ജോലി സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരിടത്ത് തന്നെ ഇനി ഇവിടെ വീട് വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അവിടെ നിൽക്കാതിരിക്കുക. അതല്ലെങ്കിൽ വീട് എന്നുള്ളതാവണമെന്നില്ല, ഇവിടെ പറ്റ് സാഹചര്യങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവിടെ നിൽക്കണം, ആ ഒരു കംഫർട്ട് സോൺ ആയി ഇനിയിപ്പോൾ മാറാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമാണ് നിങ്ങളൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്.
ഈ ഒരു റീബിൽഡിങ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാൻ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന, പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.